നമസ്കാരം. പാകിസ്ഥാന്റെ പ്രതിരോധ മേധാവി അസീം മുനീറിനെ തീർക്കാൻ ഇന്ത്യ തീരുമാനിച്ചിട്ടുണ്ടോ? കാരണം അസീം മുനീർ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ ശത്രുവാണ്. പാകിസ്ഥാന് വേണ്ടി ഇന്ത്യക്കെതിരെ വലിയ വലിയ നീക്കങ്ങൾ നടത്തിയിട്ടുള്ള ഒരു വ്യക്തിയാണ്. അതായത് ഈ ഭീകരവാദ പ്രവർത്തനത്തെ ഉപയോഗിച്ചുകൊണ്ട്, ഭീകര സംഘടനകളെ ഉപയോഗിച്ചുകൊണ്ട് ഇന്ത്യക്ക് നേരെ ഭീരുത്വം നിറഞ്ഞ ഒളിയുദ്ധം നടപ്പാക്കുന്നതിൽ വിദഗ്ധനാണ് ഈ അസീം മുനീർ. അസീം മുനീർ ഇൻ്റലിജൻസ് വിഭാഗത്തിൻ്റെ തലവനായിരിക്കുമ്പോഴുമെല്ലാം ഇന്ത്യക്കെതിരെ കടുത്ത പ്രവർത്തനങ്ങൾ നടത്തിയിരുന്നു. തികഞ്ഞ ഇന്ത്യ വിരുദ്ധനും ഒരു ജിഹാദി മൈൻഡുമുള്ള പട്ടാളക്കാരനാണ് അസീം മുനീർ. അതുകൊണ്ട് തന്നെ ഈ അടുത്ത കാലത്ത് ഇന്ത്യക്ക് നേരെ നടന്ന പഹൽഗാം ആക്രമണത്തിൽ അസീം മുനീറിൻ്റെ പങ്ക് വളരെ വ്യക്തമായി തന്നെ തെളിഞ്ഞിരുന്നതാണ്. ഈ പങ്കടക്കം അല്ലെങ്കിൽ അതോടുകൂടി അസീം മുനീർ ഇന്ത്യയുടെ ഒരു നോട്ടപ്പുള്ളിയായി മാറിയിരിക്കുകയാണ്. ഇതുകൊണ്ട് തന്നെ ഇന്ത്യയിൽ നിന്നും വലിയ സുരക്ഷാ ഭീഷണി നേരിടുന്നുണ്ട് അസീം മുനീർ എന്ന് പാകിസ്ഥാൻ ഇപ്പോൾ വിശ്വസിക്കുന്നുണ്ട്. പാകിസ്ഥാന്റെ പല രഹസ്യാന്വേഷണ വിഭാഗങ്ങളും ഇന്ത്യക്കെതിരെ കരുതിയിരിക്കണം എന്ന റിപ്പോർട്ടാണ് അത്രേ പാകിസ്ഥാന് നൽകിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അസീം മുനീറിന് സ്വദേശത്തും വിദേശത്തും വലിയ സുരക്ഷയാണ് ഇപ്പോൾ പാകിസ്ഥാൻ ഒരുക്കിയിരിക്കുന്നത്. ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിലെ സ്വിറ്റ്സർലൻഡിലെ ദാവോസിൽ ഒരു പരിപാടിയിൽ പങ്കെടുക്കാൻ വന്ന അസീം മുനീർ ബുള്ളറ്റ് പ്രൂഫ് ജാക്കറ്റ് ധരിച്ചിരുന്നു എന്ന വാർത്തകളാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വലിയ ചർച്ചയാകുന്നത്. ബുള്ളറ്റ് പ്രൂഫ് ജാക്കറ്റ് ധരിച്ചുകൊണ്ടാണ് അസീം മുനീർ സ്വിറ്റ്സർലൻഡിലെ പരിപാടിയിൽ പങ്കെടുത്തത്. അത് ഇന്ത്യയെ പേടിച്ചിട്ടാണ് എന്നാണ് പരിഹാസ രൂപേണ സമൂഹ മാധ്യമങ്ങളിൽ പരക്കുന്നത്. അതായത് ഈ അടുത്ത കാലത്ത് അജ്ഞാതന്മാരുടെ ഓപ്പറേഷൻ അത് പലതവണ നമ്മൾ കണ്ടതാണ്. ഇന്ത്യ വിരുദ്ധരായ ഭീകരവാദികൾക്കെതിരെയാണ് ഇത്തരത്തിലുള്ള അജ്ഞാതരുടെ ആക്രമണം കഴിഞ്ഞ കുറേ കാലം കൊണ്ട് നടക്കുന്നത് എന്ന് വാർത്തകൾ പരിശോധിച്ചാൽ, ആ കണക്കുകൾ പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാകും. ഇങ്ങനെ അജ്ഞാതരുടെ വെടിയേറ്റ് കൊല്ലപ്പെടുന്നവരിൽ ഭൂരിഭാഗവും പാകിസ്ഥാനിലാണ് നടന്നിട്ടുള്ളത്. അവരെല്ലാം ഇന്ത്യ വിരുദ്ധരായ ഭീകരരായിരുന്നു. അതിൽ ഭൂരിഭാഗവും ലഷ്കർ ഇ തോയ്ബയുടെ കമാൻഡർമാരായിരുന്നു. അവരെല്ലാം ഹഫീസ് സയ്യിദുമായി വളരെ അടുത്ത ബന്ധം പുലർത്തുന്ന ഉന്നതരായ ലഷ്കർ ഇ തോയ്ബ ഭീകര പ്രവർത്തകരുമായിരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇവരെല്ലാം സ്വന്തം വീടുകളിൽ നിൽക്കുമ്പോൾ അല്ലെങ്കിൽ പാകിസ്ഥാൻ്റെ പല ഭാഗങ്ങളിലേക്ക് സഞ്ചരിക്കുമ്പോൾ, പള്ളിയിൽ പോയി തിരിച്ചിറങ്ങുമ്പോൾ, മദ്രസകളിൽ പഠിപ്പിച്ച് തിരിച്ചു വരുമ്പോൾ ഒക്കെയാണ് ഇത്തരത്തിലുള്ള ആക്രമണം നേരിട്ടത്. മോട്ടോർ ബൈക്കുകളിലും മറ്റും എത്തുന്ന അജ്ഞാത സംഘം ഇവർക്ക് നേരെ നിറയൊഴിക്കുക, കടന്നുകളയുക. ഇവർക്കെല്ലാം സുരക്ഷിതത്വവും സുരക്ഷയും ഒക്കെ നൽകുന്നത് പാക് സൈന്യവും പാകിസ്ഥാൻ്റെ ഇൻ്റലിജൻസ് വിഭാഗവും ഭരണകൂടവും ഒക്കെയാണ്. ഇവരുടെയൊക്കെ വലിയ സുരക്ഷയുണ്ടായിട്ടും ഈ അജ്ഞാതന്മാർ ഇവരെ ആക്രമിച്ച് കടന്നു കളയുന്നു എന്ന് മാത്രമല്ല, ഇവരെ ആക്രമിച്ച് കടന്നു കളഞ്ഞ അജ്ഞാതരെക്കുറിച്ചുള്ള ഒരു വിവരവും പിന്നീട് പാകിസ്ഥാന് ലഭിച്ചിട്ടുമില്ല. ഇത് പാകിസ്ഥാൻ സൈന്യത്തെ, അതുപോലെ തന്നെ പാകിസ്ഥാൻ്റെ ഇൻ്റലിജൻസ് വിഭാഗത്തിന് ഒക്കെ വലിയ നാണക്കേടായി മാറിയ സംഭവങ്ങളാണ്. ഇത്തരത്തിലുള്ള ആക്രമണങ്ങൾ പാകിസ്ഥാൻ എപ്പോഴും പ്രതീക്ഷിക്കുന്നുണ്ട്. പാകിസ്ഥാൻ്റെ ഈ പറയുന്ന അസീം മുനീറിന് നേരെയും അത്തരത്തിലുള്ള ആക്രമണം ഉണ്ടാകുമോ എന്നവർ ഭയക്കുന്നു. അവരുടെ രഹസ്യാന്വേഷണ വിഭാഗം അങ്ങനെയുള്ള ചില റിപ്പോർട്ടുകളൊക്കെ നൽകിയിട്ടുണ്ട് എന്നാണ് പറയുന്നത്. അത് പേടിച്ചാണ് സ്വിറ്റ്സർലൻഡിൽ ഇദ്ദേഹം ബുള്ളറ്റ് പ്രൂഫ് ജാക്കറ്റ് ധരിച്ച് വന്നു എന്ന് സമൂഹ മാധ്യമങ്ങൾ പറയുന്നത്. യഥാർത്ഥത്തിൽ അദ്ദേഹം ബുള്ളറ്റ് പ്രൂഫ് ജാക്കറ്റ് ധരിച്ചിരുന്നു എന്നതിന് സ്ഥിരീകരണമൊന്നുമില്ല. ഇത്തരം കാര്യങ്ങൾക്കൊക്കെ ഒരുപക്ഷെ സ്ഥിരീകരണം ഉണ്ടാവുക എന്ന് പറയുന്നത് അസംഭവ്യവുമാണ്. അസാധാരണമായ രീതിയിലുള്ള വലിപ്പം ഒക്കെ ആ ജാക്കറ്റിനുണ്ടായിരുന്നു. അദ്ദേഹം ഈ പറയുന്ന ചിത്രങ്ങളിലൊക്കെ ഒരു നീല ബ്ലേസർ ധരിച്ചിരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ഇതിനുള്ളിൽ എന്തോ ചില വസ്തു ധരിച്ചിരിക്കുന്നു എന്ന രീതിയിലുള്ള ചില മുഴകളും തടിപ്പുകളും ഒക്കെ കാണാൻ സാധിക്കുന്നുണ്ട്. ഇത് ബുള്ളറ്റ് പ്രൂഫ് ജാക്കറ്റ് ധരിച്ചതാണ് എന്നാണ് പല വിദഗ്ധരും പറയുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയ ഒന്നടങ്കം അസീം മുനീറിൻ്റെ ഭീരുത്വം എന്ന രീതിയിലുള്ള ചർച്ചകൾ നടക്കുന്നത്. സത്യത്തിൽ അസീം മുനീർ ഇന്ത്യയുടെ ഒരു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ശത്രു തന്നെയാണ്. പക്ഷേ ഒരു രാജ്യത്തിൻ്റെ സർവ്വ സൈന്യാധിപനെ ഇങ്ങനെ നേരിട്ടുള്ള ഒരു ഓപ്പറേഷനിലൂടെയൊക്കെ കൊലപ്പെടുത്തുക എന്നതൊന്നും ഇന്ത്യയുടെ ഒരു പ്രവൃത്തിക്ക് ചേർന്നതല്ല. ഇന്ത്യ അങ്ങനെ ചെയ്യുകയുമില്ല എന്നാണ് എല്ലാവരും വിശ്വസിക്കുന്നത്. എന്തായാലും അജ്ഞാതരുടെ ആക്രമണം, ആ ആക്രമണം ഭയന്നിട്ടാണ് അസീം മുനീർ ഇങ്ങനെ ബുള്ളറ്റ് പ്രൂഫ് ജാക്കറ്റ് ധരിച്ച് വിദേശങ്ങളിൽ പോകുമ്പോൾ പോലും ബുള്ളറ്റ് പ്രൂഫ് ജാക്കറ്റ് ധരിക്കുന്ന ഒരു സൈനികൻ സത്യത്തിൽ യുദ്ധമുഖത്ത് നിൽക്കുമ്പോഴാണ് ബുള്ളറ്റ് പ്രൂഫ് ജാക്കറ്റ് ധരിക്കേണ്ടത്. ഇങ്ങനെ വിദേശ സന്ദർശനം നടത്തുമ്പോഴടക്കം ബുള്ളറ്റ് പ്രൂഫ് ജാക്കറ്റ് ധരിക്കുമ്പോൾ അതിൻ്റെ ഉള്ളിലെ ഭയം എത്രമാത്രമാണ് എന്ന് അളന്നെടുക്കാൻ സാധിക്കും. അതാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ ചർച്ചയായിക്കൊണ്ടിരിക്കുന്നത്. പഹൽഗാം ഭീകരാക്രമണത്തിൽ ഉൾപ്പെടെ വലിയ പങ്ക് വഹിച്ച ഒരു വ്യക്തിയാണ് അസീം മുനീർ. മാത്രമല്ല, ഇന്ത്യക്കെതിരെ ഇപ്പോഴും പല തരത്തിലുള്ള കളികളും അസീം മുനീർ നടത്തുന്നുണ്ട്.
ബംഗ്ലാദേശിനെ ഇന്ത്യക്കെതിരായി തിരിക്കുക, ബംഗ്ലാദേശ് മണ്ണിൽ നിന്നുകൊണ്ട് ഇന്ത്യക്കെതിരായിട്ടുള്ള ഭീകരപ്രവർത്തനം നടത്തുക എന്നതൊക്കെയാണ് അയാളുടെ പുതിയ പദ്ധതി. ഈ പദ്ധതിക്കിടയിലാണ് അതീവ സുരക്ഷയ്ക്കിടയിൽ അല്ലെങ്കിൽ ബുള്ളറ്റ് പ്രൂഫ് ജാക്കറ്റ് അടക്കം ധരിച്ച് അസീം മുനീറിന് വിദേശ വേദികളിൽ പങ്കെടുക്കേണ്ടി വരുന്നത്. വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്.